ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അല്ലെ. 2025 മിക്ക ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട് അല്ലെ. എല്ലാ ഗ്രഹങ്ങളും വ്യാഴൻ രാശി മാറുന്നുണ്ട്, ശനി രാശി മാറി, അതുപോലെ തന്നെ രാഹു കേതുക്കൾ രാശി മാറുന്നുണ്ട്. പിന്നെ മറ്റു ഗ്രഹങ്ങൾ കൃത്യ ടൈമുകൾ അനുസരിച്ച് മാറുന്നുണ്ട്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഇവര് 4 പേരും രാശി മാറുന്നുണ്ട്. ഇതിന്റെ എല്ലാം തനിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ, മൊത്തത്തില് വ്യാഴവും ശനിയും രാഹുവും കേതുക്കളും എല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ലഗ്നം ഒക്കെ, രാശി ലഗ്നം കൂടി നോക്കാവുന്നതാണ്. നിങ്ങളുടെ രാശിയുടെ ഫലവും ലഗ്നയുടെ ഫലവും എടുത്തു കണ്ടോളൂ. അതിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിനനുസരിച്ചുള്ള രാശി മാത്രം വെച്ച് നോക്കാവുന്ന രീതിയിലല്ല, രാശിയും ലഗ്നവും നിങ്ങൾക്ക് നോക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ രാശിക്കാർക്കും മൊത്തത്തിൽ എങ്ങനെയുണ്ട്. അപ്പൊ ഒരു ഗ്രഹം മാത്രം നമ്മളെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പം എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ മാറ്റം നമുക്ക് എങ്ങനെയുണ്ട് എന്നും കൂടി നോക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലേ. നമുക്ക് വളരെ ഒത്തിരി നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആവശ്യമായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആണ് ഇതെന്ന് കേട്ടോ. ഒരു വീഡിയോയുടെയെങ്കിലും അവസാന ഭാഗം കൂടി കാണുന്ന നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക കേട്ടോ. കർക്കിടക രാശി അല്ലെ. പുണർതം കാല് പൂയം ആയില്യം എടുക്കുന്ന 2 നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുന്നത്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് നോക്കാൻ കഴിയുമ്പോൾ ഈ ഒരു വർഷക്കാലം എന്ന് പറയാനാണ് നമ്മുടെ മാർച്ച് 29 തീയതി ശനി രാശി മാറിയിട്ടുണ്ട്. മെയ് 14 തീയതി വ്യാഴം രാശി മാറും മിഥുന രാശിയിലേക്ക്, ശനി മീനൻ രാശിയിലേക്കും. അതുപോലെ രാഹു കേതുക്കൾ ഛായാഗ്രഹങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കന്നിയിൽ നിന്നും ചിങ്ങ രാശിയിലേക്കും മെയ് 18 അതിരാശി മാറുന്ന ദിവസം ഏകദേശം ഒരു വർഷക്കാലം 2026 മെയ് വരെയുള്ള ഒരു ഫലമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിന്റെ ഫലം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചേക്കുന്ന വ്യാഴവും ശനിയും ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കളുടെ ഫലങ്ങളാണ് ഉൾക്കൊള്ളിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു 4 ഗ്രഹങ്ങളുടെ രാശിമാറ്റം പ്ലസ് നമ്മുടെ മറ്റുള്ള ഗ്രഹങ്ങളുടെയും കൂടെ മാറ്റം അനുസരിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ഫലമാണ്. സെപ്പറേറ്റ് വീഡിയോ കാണാത്തവരൊന്നും സെപ്പറേറ്റ് വീഡിയോ കാണുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. വ്യാഴത്തിന്റെയും ശനിയുടെയും രാഹു കേതുക്കളുടെയും സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ലഗ്നം കൂടി ഏതാണെന്ന് നോക്കി അതിന്റെ കൂടെ ഫലം ഒന്ന് എടുത്ത് കാണുന്നത് നല്ലതായിരിക്കും. ഈ ഒരു പ്രിഡിക്ഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കണതിനെ രാശിയും ലഗ്നവും കണക്ട് ചെയ്ത് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ രാശി ഏതാണ് ലഗ്നം ഏതാണ് അതിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ടൈം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒരു സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ അഷ്ടമശനി മാറി. അഷ്ടമശനി മാറി നമുക്ക് 9ലാണ് ശനി വരിക എന്ന് പറയാം. വ്യാഴം 12ലാണ് വരിക, രാഹു 8ലാണ് വരുന്നത്, കേതു 2ലാണ് വരിക. നമുക്ക് വ്യാഴം 12 വരും ചെലവുകൾ ഉണ്ടാവും. അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, നല്ല ചെലവുകളാക്കി മാറ്റുക. അതുപോലെ തന്നെ നമുക്ക് 8ല് രാഹു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് 8ലെ രാഹു 2ലെ കേതും കൂടി നോക്കി കഴിയുമ്പോൾ നമുക്ക് ആളുകൾ ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരും. അത് നല്ലതും ഉണ്ടാവും, മോശമായിട്ടുള്ള കാര്യവും ഉണ്ടാവും. ചില കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നല്ലത് സംഭവിക്കും, ചില കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മോശം സംഭവിക്കും. ഈ ഒരു ടൈമിൽ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കും, കുഴപ്പിക്കും. ഈ ഒരു ടൈമിൽ ഏത് എടുക്കണം, നല്ലത് എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡൗൺ ആൻഡ് നെഗറ്റീവ് ആയിട്ട് വരാനും, നമ്മൾ കൃത്യമായിട്ടുള്ള എടുത്താൽ നമുക്ക് പോസിറ്റീവായിട്ട് വരാനുള്ള ചാൻസുമാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഡൗട്ടായി നിൽക്കുമ്പോൾ നിങ്ങൾ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ തന്നെ അഡ്വൈസ് എടുക്കുക. എക്സ്പെർട്ട് ആണെങ്കിൽ അവിടെ നമുക്ക് നല്ലത് തന്നെ വരാനുള്ള, കാരണം നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പെർട്ട് അഡ്വൈസ് ആണ് എടുക്കുന്നത്. അവിടെ നമുക്ക് മോശം വരണമെന്ന് വിചാരിച്ച ഒരു കാര്യം ചെയ്യില്ല, പറഞ്ഞു തരില്ല. എന്ത് ചെയ്യും, നമുക്ക് കുറച്ചുകൂടി നമ്മുടെ നല്ല സൈഡിലേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, പോസിറ്റീവായിട്ടുള്ള സൈഡിൽ കൂടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ സമയത്ത് നിങ്ങൾ ഇമോഷണലി ഒരു തീരുമാനവും എടുക്കല്ല. ഓക്കെ, ഞാൻ പറയാറുണ്ട് കർക്കിടക രാശി ഇമോഷണലി കുറച്ച് ഉള്ളവരാണ്. ഓക്കെ, എന്ത് കാര്യം കുറച്ച് എക്സ്ട്രീം ആയിട്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ നന്നായി ദേഷ്യപ്പെടും, സങ്കടപ്പെടുകയാണെങ്കിൽ നന്നായി സങ്കടപ്പെടും, കരയാണെങ്കിൽ നന്നായി കരയും. ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇമോഷണലിനെ ബാലൻസ് അല്ല, ഇമോഷനെ വെച്ച് തീരുമാനങ്ങൾ എടുക്കാതെ നിങ്ങളുടെ ഇന്റലിജൻസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളുടെ നിന്ന് അഡ്വൈസ് എടുത്താൽ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു 25 വയസ്സ് വരെയുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ, 24 വയസ്സ് 25 വയസ്സ് വരെയുള്ള ആളുകളെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം നോക്കുന്നത് പഠനം, ഉപരിപഠനം, അതുപോലെ തന്നെ വിദേശ യാത്രകൾ, അതുപോലെ തന്നെ വിവാഹം, പ്രണയം, ഈ ഒരു വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജോലി. ഇത്തരം വിഷയങ്ങളിലാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി
ചിന്ത ഉണ്ടാവാം. ഈ ഒരു ടൈം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ പഠന സംബന്ധം, വിദേശ സംബന്ധമായിട്ട്, അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, പഠന സമയത്ത് നമുക്ക് പഠിക്കാതിരിക്കുമ്പോൾ ഒരു പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോലി നോക്കിയാലും നമുക്ക് ചെറിയ തരത്തിലുള്ള അസ്വസ്ഥത വരാൻ, ജോലി ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമായിട്ട് പറയുമ്പോൾ 25 വയസ്സ് മുകളിലോട്ടുള്ളവർക്കാണ് ജോലി മാറാൻ സാധ്യത കൂടുതൽ. ശരി, മാറി കഴിഞ്ഞപ്പോൾ ജോലി ഷിഫ്റ്റ് ആയിട്ടുണ്ടാവാം, അല്ലെ ജോലിയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടാവാം. ഓക്കെ, ഇനി ഒരു 25 വയസ്സ് മുകളിലേക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വിവാഹം നടത്തിയവരോ അല്ലെങ്കിൽ കഴിഞ്ഞവരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവാം. ഓക്കെ, കുറെ ആളുകൾക്ക് ദാമ്പത്യമായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ നിമിത്തം എന്താണ് ഇതിൽ നിൽക്കുന്നവരുണ്ടാവും. സോ നിങ്ങൾക്ക് ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും, ഒന്നെങ്കിൽ സോൾവ് ആയി നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾ അതിന് കൃത്യമായ തീരുമാനം എടുത്ത് ഡൈവോഴ്സ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് എന്ന് വെച്ചാൽ വലിയ ഏജ് ആയിട്ടില്ല. സോ നിങ്ങൾക്ക് കൃത്യമായ തീരുമാനം എടുത്ത് നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്. സോ ബാക്കി മുന്നോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓക്കെ, കൃത്യമായ തീരുമാനം എടുത്തുക. പിന്നെ ആരോഗ്യ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അലർജി റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ENT റിലേറ്റഡ് ആയിട്ട് വെള്ള സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ജോബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തിയില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 25 വയസ്സ് മുകളിലേക്ക് ചിന്തിക്കുമ്പോൾ ജോലി ചെയ്യുന്ന ജോലിയിൽ ഒരു തൃപ്തിയില്ല, ഒരു സന്തോഷമില്ല, അതുപോലെ തന്നെ ജോലി മാറണം എന്ന് ആഗ്രഹിക്കുക, ജോലിയിൽ ഇഷ്ടം ഉണ്ടാവുക, ഇതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു 35 വയസ്സ് മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് നമ്മുടെ സേവിങ്സ്, നമ്മുടെ വരുമാനം കാര്യങ്ങളിലൊക്കെ ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും കൃത്യമായ പ്ലാനിലൂടെ പോവാമെങ്കിൽ വലിയ പ്രശ്നമില്ല, നമുക്ക് നോക്കിക്കാണാൻ പറ്റും. അയ്യോ അപ്പം നാളെ തൊട്ട് പ്രശ്നമാവോ എന്നല്ല ഉദ്ദേശിക്കണേ. നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. സേവിങ്സിന്റെ കാര്യത്തിൽ കുറച്ച് കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. ഇനിയും ആയാലും സേവിങ്സ് കുറയാൻ സാധ്യതയുണ്ട്. സോ നമുക്കൊരു ഇച്ചിരി സേവിങ്സിലേക്ക് എത്തിക്കണം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. കടങ്ങളൊക്കെ അടയ്ക്കാൻ നോക്കിയാലും നമുക്ക് പൂർണ്ണമായിട്ട് അടിച്ചു തീർക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരു കാര്യങ്ങൾ എടുത്തിയാടി ഓരോ കാര്യങ്ങൾ ചെയ്യില്ല, പയ്യെ സ്ലോലി മൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല. ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. ഈ ഒരു 45 വയസ്സ് മുകളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു 45, 46 അല്ലെങ്കിൽ 44 മുകളിലേക്ക് ചിന്തിച്ചാൽ പല ആവശ്യങ്ങളൊക്കെ നമുക്ക് ഓരോ കടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, എടുത്തുകൂടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പൊ നല്ല തുക ആയിട്ടുണ്ടാവും. സോ ഈ സമയത്ത് നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് കടങ്ങൾ അടയ്ക്കാൻ ശ്രദ്ധിക്കുക. അടിച്ചാൽ തീരുമോ? ഇല്ല, തീർക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ ജാതകത്തിൽ അത്ര നല്ലതും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ അത്ര നല്ല പോസിറ്റീവായിട്ട് നിൽക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റുന്ന വരും. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അടിച്ചു തീർക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷനും കിട്ടും, അതിനൊരു മാർഗം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ എനിക്ക് കട അടയ്ക്കാൻ പറ്റും എന്നുള്ളൊരു മാർഗം കിട്ടും. അതുപോലെ തന്നെ 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 55 വയസ്സ് മുകളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ സീനിയേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആവറേജ് ടൈം ആയിരിക്കും പൊതുവെ എന്ന് പറയുന്നത്. ഗുണദോഷ സമ്മിശ്രമായി നിൽക്കുന്ന ടൈമാണ്. ഈ ടൈമിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഓരോ സഹായങ്ങൾ കിട്ടുകയൊക്കെ ചെയ്യും. കാരണം 12 വ്യാഴമുണ്ട്. സോ സഹായത്തിനൊക്കെ ആരെങ്കിലൊക്കെ നമുക്ക് കാണാം. നിങ്ങൾക്ക് കർക്കിടക രാശിക്കാരെ കുറിച്ച് മൊത്തത്തിൽ പൊതുവെ അങ്ങ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷണലി ഒരു തീരുമാനങ്ങൾ എടുക്കാതെ ഒരു കാര്യത്തിൽ ഇറങ്ങല്ല. നിങ്ങൾ ഇമോഷൻ പറയുന്ന കേട്ട അല്ലെ ഇമോഷന്റെ തീരുമാനം അനുസരിച്ച് ഒരു കാര്യത്തിൽ ഇറങ്ങല്ല. ഓക്കെ, എടുത്തിയാടല്ല, ശ്രദ്ധയോടെ വേണം നീങ്ങാൻ. കൃത്യമായ ഒരു ചിന്ത നമുക്ക് ആവശ്യമാണ്, കൃത്യമായ പ്ലാൻ ആവശ്യമാണ്. ഡിസിഷൻ, പോസിറ്റീവായ ഡിസിഷൻ, നല്ല ഡിസിഷൻ എടുക്കുക. ഡിസിഷൻ തെറ്റിയാൽ നമുക്ക് നല്ല ചിന്തയും നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ കാര്യമില്ല. ഡിസിഷൻ ലോങ് ആയി പോയാൽ മുമ്പോട്ട് സക്സസ് ഇല്ല. സോ ഡിസിഷനും കറക്റ്റ് ആക്കുക. അവിടെ ഡൗട്ട് വന്നു, എക്സ്പെർട്ടിന് അതിന് അഡ്വൈസ് എടുക്കുക. ബിസിനസ് ഇറക്കാൻ പോകണം, ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആരാണ് അവരോട് ചോദിക്കുക. നിങ്ങൾക്കൊരു മാരേജ് കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്, അപ്പം അതിലെന്ത് ചെയ്യുക, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡൗട്ട് കൃത്യമായിട്ട് അഡ്വൈസ് എടുക്കുക. അങ്ങനെ ഓരോ കാര്യത്തിനും കൃത്യമായ അഡ്വൈസ് എടുത്ത് മുന്നോട്ട് പോയാൽ ഈ ഒരു 4 ഫാക്ടേഴ്സ്, കൃത്യമായ ചിന്ത, കൃത്യമായ പ്ലാന്, കൃത്യമായ ഡിസിഷൻ, കറക്റ്റ് അഡ്വൈസ്, ഈ 4 കാര്യമുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. വിജയിക്കാൻ പറ്റാതെ ഇല്ല. ഓക്കെ, വിജയിക്കാൻ പറ്റും. ബട്ട് ഇത് 4 ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഇമോഷൻ പറഞ്ഞ കേട്ടാണ് ഇനിയും നിങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഡൗൺ ആവാൻ സാധ്യത കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് തിങ്ക് ചെയ്ത് ഡിസിഷൻ എടുത്ത് അഡ്വൈസ് എടുത്ത് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം അല്ലെ ലഗ്നഫലം എന്ന് പറയുക കേട്ടോ. രണ്ടിനും കൂടി അനുസരിതമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പേര് നക്ഷത്രവും
താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിന് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്നവരെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ മറ്റുള്ള പേര് നക്ഷത്രക്കാരുടെക്ക് വേണ്ടിയും കൂടി എന്ത് ചെയ്യുക, ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഫലം ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പെഡിഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കോമൺ പെഡിഷൻ മാത്രമാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരുടെ ജാതകം മേടിച്ചിട്ട് തരുന്ന പെഡിഷൻസ് അല്ല. കോമൺ ആയിട്ട് ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്ന രത്നക്കാർക്ക് ഇന്നൊക്കെ ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവുക. ഇത് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എടുക്കണം. നമ്മുടെ വ്യക്തിപരമായിട്ട് ഇപ്പൊ പലരും ചിന്തിക്കാണ്ട് ഈ പറഞ്ഞ ഫലങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതകം നമ്മൾ പരിശോധിക്കുന്നില്ല. ഞാൻ പറയാറുണ്ട്, നമ്മുടെ ജാതകം പരിശോധിച്ച് അല്ലെങ്കിൽ നമുക്ക് സ്വയം നമ്മുടെ ജാതകം കണക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ ഗോചര ഫലത്തിനോട് നമ്മുടെ ജാതക ഫലവും കൂടി കണക്ട് ചെയ്ത ഗ്രഹങ്ങളുടെ ശക്തിയും ബലങ്ങളെല്ലാം മനസ്സിലാക്കി കണക്ട് ചെയ്തിട്ട് നമുക്ക് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം വായിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാവും. അത് എഴുതിയെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോവാണ്, നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിനാണ് നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് അതിന്റെ റീസൺ. നമുക്കൊരു നല്ല ഫലം ടൈമാണ്, എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് മനസ്സിലാക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവാട്ടോ. അതുപോലെ നമ്മളിപ്പോ ദശ ഏതാണ്, നമുക്ക് നടക്കുന്ന അപകാരം ഏതാണ്, നമുക്ക് നമ്മുടെ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലമുള്ളത്, ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലം കുറവുള്ളത്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കും നല്ല ടൈം ആയെങ്കിൽ നമ്മൾ അതുപോലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ എല്ലാ വീഡിയോയും നമ്മുടെ ചാനൽ തുടക്കം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകട്ടോ. പിന്നെ നല്ലത് പ്രതീക്ഷിക്കുക. നമ്മൾ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. എനിക്ക് ഒരു കാലത്ത് ഞാൻ രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ വേറൊരാൾ നശിച്ചുപോട്ടെന്ന് പറഞ്ഞാലും അവർ നശിച്ചില്ലെങ്കിലും നിങ്ങൾ സ്വയം നശിക്കും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, നമ്മളിലേക്ക് അത് പരിഹരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക, പോസിറ്റീവായിട്ട് പറയുക. ഇപ്പൊ മോശം സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സമയങ്ങൾ വരുന്നു അല്ലെങ്കിൽ നല്ലതായി നടക്കുന്നു എന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കാര്യം നല്ലതായിട്ട് നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. നിങ്ങൾ ബിലീവ് ചെയ്യണം. ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ബിലീവ് ചെയ്യുക, പിന്നെ മുന്നോട്ട് നിങ്ങളുടെ വർക്ക് ചെയ്ത് പോവുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ മെയ് 18 മെയ് 25 നമ്മുടെ മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ ക്ലാസ് നടക്കുന്നുണ്ട്. മെയ് 18 നടക്കുന്നതെന്ന് പറയുന്നത് ഫ്രീ വെബിനാർ ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ നമ്മളിപ്പോ ഇതുവരെ കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു 10 ബാച്ചായി എന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല. അതുകൊണ്ട് 10ാമത്തെ ബാച്ചാണ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ അന്നത്തെ ക്ലാസ് ജോയിൻ ചെയ്യാം. ഇനി അല്ല, മെയ് 25 അഡ്വാൻസ് കോഴ്സ്, ഓക്കെ, അഡ്വാൻസ് കോഴ്സ് നടക്കുന്നുണ്ട്. അതിന്റെ ഫീസ് കാര്യങ്ങൾ വരിക എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കുന്നുണ്ട് കേട്ടോ, പവേഴ്സ് ക്ലബിൽ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വരുമാനം ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വെബിനാർ ആണ് അതെന്ന് പറയുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഒരു വെബിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട്. കാരണം ഇനി കുറച്ച് നാളും കൂടി ഉണ്ടാവുള്ളൂ ലൈവായിട്ട്, ബാക്കി നമ്മൾ റെക്കോർഡിലേക്ക് മാറുവാണ്. കാരണം നമുക്ക് ടൈം ഒന്ന് അലോക്കേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി കൂടിപ്പോ 1-2 ക്ലാസ്സും കൂടി ആയിരിക്കും ലൈവായിട്ട് നടത്തുള്ളൂ. ബാക്കി മൊത്തം റെക്കോർഡിംഗ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്ന് പറയാം. സോ റെക്കോർഡിംഗ് ഒരിക്കലും നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ അത്ര എഫക്റ്റീവ് ആവില്ല. ഓക്കെ, ലൈവ് ആകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാൻ കണ്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന്, ബട്ട് റെക്കോർഡിംഗ് ആകുമ്പോൾ അത് നടക്കൂല. ഓക്കെ, റെക്കോർഡിംഗ് ആകുമ്പോൾ ഞാനൊരു കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന രീതി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. മെയ് 25 വെബിനാറിൽ മെയ് 25 നടക്കുന്ന മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ പെയ്ഡ് വെബിനാറിലേക്ക് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിനൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ പെയ്ഡ് വെബിനാറിൽ ജോയിൻ ചെയ്തവർ അതിന്റെ ബെനിഫിറ്റ് അറിയാം. അവരതിന്റെ ടെസ്റ്റിമോണിയൽസ് ഒക്കെ നന്നായി തന്നിട്ടുണ്ട്. സോ ഇനി മുമ്പോട്ടും നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവണമെന്ന് നമ്മൾ അഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ അഫർമേഷൻ കിട്ടിയോന്ന് വിചാരിച്ചാൽ അതെങ്ങനെ യൂസ് ചെയ്യുന്നതും കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ. സോ അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെയ് 25 പഠിപ്പിക്കുന്നുണ്ട്. സോ വെബിനാർ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ പവേഴ്സ് ക്ലബിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ.
അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമന്റ്സ് ഒക്കെയാണ് നമുക്ക് നല്ലൊരു മോട്ടീവ്. നമുക്കൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം. നമുക്കിപ്പോൾ 1 വീക്ക് ടൈം എടുത്താലും ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും അതിന്റെ എഫക്ട് നമുക്ക് തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതിന്റെ കാരണം അത് മാത്രം ആ വീഡിയോസ് അത്ര പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നത്. കാരണം ഓരോ രാശിയുടെ ഫലങ്ങളും വേണമെങ്കിൽ നമുക്ക് നിസ്സാര കുറച്ച് സമയം കൊണ്ട് വീഡിയോ പ്രിപ്പയർ ചെയ്തിടാവുന്നതാണ്. പക്ഷെ അതല്ലാതെ നമ്മൾ ടൈം എടുത്ത് ഏകദേശം 1 വീക്ക് ടൈം എടുത്താണ് ഒരു മന്ത്ലി പ്രഡിക്ഷൻ ആയാലും ഒരു ട്രാൻസിറ്റ് പ്രഡിക്ഷൻ ആയാലും നമ്മൾ എന്ത് ചെയ്യണേ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രഡിക്ഷൻസ് എഴുതി ഒരു കാര്യം നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു കാര്യം വിട്ടു പോകലെന്ന് ഉറപ്പുവരുത്തി അത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളോട് പറയാനേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പറയാനേ കാരണം നിങ്ങൾ തരുന്ന ലവ് ആൻഡ് സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, അത് തുടർന്ന് മുമ്പോട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.